അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ദേശീയ ജലപാതകളായ ദേശീയ ജലപാത 1 അലഹബാദ് ഹാഡിയ എന്നിവയാണ് ബന്ധിപ്പിക്കുന്നത്. സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 2 സാധ്യ മുതൽ ധൂബ്രി വരെയാണ്, 891 കിലോമീറ്റർ ആണ്, സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇനി ദേശീയ ജലപാത 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ആദ്യം കൊല്ലം മുതൽ ഏത് വരെയായിരുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു. പിന്നീട് അത് കോഴിക്കോട് വരെ നീട്ടിയിരിക്കുകയാണ്. 205 കിലോമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതകളായ 5 ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഒന്ന് ദേശീയ ജലപാത 3 കൊല്ലം ടു കോഴിക്കോട്. രണ്ടാമത്തെ ദേശീയ ജലപാത 8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ. മൂന്നാമത്തെ ദേശീയ ജലപാത 9 ആലപ്പുഴ മുതൽ കോട്ടയം വരെ. നാലാമത്തേതാണ് ദേശീയ ജലപാത 59 കോട്ടയം ടു വൈക്കം വരെ. അഞ്ചാമത്തെ ദേശീയ ജലപാത 13 പൂവാർ മുതൽ ഇരയിമ്മൻ തുറ വരെയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ സമുദ്ര ജലപാതയിലേക്ക് എത്തി. സമുദ്രപാതകൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടത്തുന്നത് ഈ സമുദ്ര ജലപാതയിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കിഴക്കും പടിഞ്ഞാറായിട്ട് പ്രധാന തുറമുഖങ്ങളായിട്ട് 13 തുറമുഖങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ 13ാമതായി നിലവിൽ വന്ന മേജർ തുറമുഖമായിരുന്നു പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത്. പക്ഷെ നിലവിൽ അത് ഒരു തുറമുഖമല്ല, അതൊരു തുറമുഖമല്ല. ഇനി ഈ 13 തുറമുഖങ്ങളിൽ 12 പൊതുമേഖലയിലുള്ളത്. ഒരു തുറമുഖം എന്ന് പറയുന്നത് എന്താണ്? സഹകരണ മേഖലയിലാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ കാമരാജ് പോർട്ടാണ് സഹകരണ മേഖലയിലുള്ള തുറമുഖം എന്ന് പറയുന്നത്. ഈ തുറമുഖത്തിന്റെ എല്ലാം ഭരണനിർവഹണം നടത്തുന്ന ആരാണെന്ന് പറഞ്ഞു? അത് കേന്ദ്ര തുറമുഖ വകുപ്പാണ് എന്ന് പറഞ്ഞു. ഇവയുടെ എല്ലാം സുരക്ഷാ ചുമതല വഹിക്കുന്നത് CISF ആണ് എന്നും പറഞ്ഞു. അതുപോലെ തന്നെ മൈനർ തുറമുഖങ്ങളെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മൈനർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്താണോ അതുള്ളത് ആ സംസ്ഥാനമാണ് ആ തുറമുഖത്തിന്റെ ഭരണനിർവഹണം എല്ലാം നടത്തുന്നത്. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖം ഉള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയും. എന്നാൽ മേജർ തുറമുഖങ്ങളുള്ളത് എവിടെയെന്ന് ചോദിച്ചു പറഞ്ഞാൽ തമിഴ്നാടാണ്. അപ്പൊ തുറമുഖം കൂടുതൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മേജർ തുറമുഖങ്ങളുള്ളത് എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് ഈ ചെന്നൈയും തൂത്തുക്കുടി എണ്ണൂർ എന്നീ 3 പ്രധാന മേജർ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ ഈ തുറമുഖം എന്ന് പറയുന്നത് തീരപ്രദേശത്താണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ തുറമുഖങ്ങളെല്ലാം ഉണ്ടാവുക. നമ്മുടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശം ഉള്ളത്? 9 സംസ്ഥാനങ്ങൾക്കാണ് ഉള്ളത്. ഗുജറാത്തിൽ നിന്ന് തുടങ്ങി അടുത്ത പശ്ചിമ ബംഗാൾ വരെ താഴ്ഭാഗത്തൂടെ പോകുന്ന സംസ്ഥാനങ്ങളിലെല്ലാം നമുക്ക് എന്തുണ്ട്? തീരപ്രദേശങ്ങൾ ഉണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതുപോലെ ഗോവ കഴിഞ്ഞ് അതിന് താഴെ എന്തുള്ളത്? കർണാടക പിന്നെ കർണാടക കഴിഞ്ഞ് പിന്നെ കേരളം കഴിഞ്ഞ് തമിഴ്നാട്, അതിന് മേലെ ആന്ധ്രാപ്രദേശ്, അതിന് മേലെ ഒഡീസ, പിന്നെ പശ്ചിമ ബംഗാൾ എന്നിങ്ങനെയുള്ള 9 സംസ്ഥാനങ്ങൾക്കാണ് നമ്മുടെ ഇന്ത്യയിൽ എന്തുള്ളത്? കടൽ തീരങ്ങൾ ഉള്ളത്. ഇവിടെയൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക? ഈ തുറമുഖങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഇന്ത്യൻ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മേജർ തുറമുഖങ്ങളിലേക്ക് സുരക്ഷാ ചുമതല വഹിക്കുന്നത് CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണെന്ന് പറഞ്ഞാൽ അവർ സുരക്ഷാ ചുമതലയും അതുപോലെ ഈ തുറമുഖങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ PTA എന്ന് പറയുന്ന ഏജൻസിയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഇത് നിലവിൽ വന്ന 1980 ഈ പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നത് നിലവിൽ വന്നത്. ഇനി ഈ ഇന്ത്യയിൽ തന്നെ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെ പ്രധാന തുറമുഖങ്ങളെ പശ്ചിമ തീര തുറമുഖങ്ങൾ എന്നും പൂർവ്വ തീര തുറമുഖങ്ങൾ എന്നും പറയുന്നത്. അതായത് പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖങ്ങളും അതുപോലെ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖങ്ങൾ. അത് നമുക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾ വെച്ചാലേ നമുക്ക് മനസ്സിലാവൂലേ. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ പശ്ചിമ തീരം അതുപോലെ പൂർവ്വ തീരം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിൽ പശ്ചിമ തീരത്ത് വരുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കാം. കേരളത്തിലുള്ളത് ഏതാണ്? കൊച്ചി, കേരളത്തിലെ കൊച്ചി. അതുപോലെ അതിന്റെ മേലെ പോയ എന്താണ്? കർണാടകയിലെ ഏതായിരിക്കുക? ന്യൂ മാംഗ്ലൂര്. പിന്നെ ഗോവയിലെ മർമഗോവ. മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖം. മഹാരാഷ്ട്രയിൽ തന്നെയാണ് മുംബൈ തുറമുഖം ഉള്ളത്. പിന്നെ ഗുജറാത്തിലെ
കാണ്ട്ല അല്ലെങ്കിൽ ദീൻ ദയാൽ തുറമുഖം എന്നിവയാണ് ഇന്ത്യയിലെ പശ്ചിമ തീര തുറമുഖങ്ങൾ. ഇപ്പോൾ കേരളം, കർണാടക, പിന്നെ അതിന്റെ മേലെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ കൊച്ചി, കേരളത്തിലെ കൊച്ചി, കർണാടകയിലെ ന്യൂ മാംഗ്ലൂർ, ഗോവയിലെ മർമഗോവ, മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റുവും മുംബൈയും തുറമുഖം, ജവഹർലാൽ നെഹ്റു തുറമുഖം, മുംബൈ തുറമുഖം. അതുപോലെ ഗുജറാത്തിലെ ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം. ഈ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന് തന്നെയാണ് നമ്മൾ നവശേവ എന്നും പറയുന്നത്. എങ്ങനെയാണ് നവശേവ എന്ന് പറയുന്നതും ഈ ജവഹർലാൽ നെഹ്റു തുറമുഖത്തെ തന്നെയാണ്. ഇനി നമുക്ക് പൂർവ്വതീര തുറമുഖങ്ങൾ നോക്കാം അല്ലെ. പൂർവ്വതീര തുറമുഖങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? അപ്പൊ പൂർവ്വതീരം പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട് മുതൽ മേലേക്ക് നോക്കാം. തമിഴ്നാട് മുതൽ നോക്കുകയാണ് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ 3 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ചെന്നൈ, അതുപോലെ കാമരാജൻ പോർട്ട് ഉണ്ട്, അതുപോലെ VO ചിദംബരം തുറമുഖം. ഈ 3 എണ്ണമാണ് തമിഴ്നാട്ടിലുള്ള തുറമുഖങ്ങളിൽ വരുന്നത്. ഏതൊക്കെയാണ്? ചെന്നൈ, കാമരാജൻ പോർട്ട്, VO ചിദംബരം തുറമുഖം. ഈ 3 എണ്ണം തമിഴ്നാട്ടിലുള്ളതാണ്. അതുപോലെ തന്നെ പോർട്ട് ബ്ലെയർ തുറമുഖമുണ്ട്. അതുകൂടാതെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം തുറമുഖം. അതിന്റെ മേലെ ഒഡീഷയിലെ പാരദീപ് തുറമുഖം, പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, അതുപോലെ ഹാൽഡിയ തുറമുഖം എന്നിവയാണ് പൂർവ്വതീരത്തെ തുറമുഖം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ 5600 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്തെ ഏകദേശം 13 പ്രധാന മേജർ തുറമുഖങ്ങളും 185 ചെറു തുറമുഖങ്ങളുമാണ്, ചെറുകിട തുറമുഖങ്ങളുമാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ കിഴക്കൻ തീരത്ത് ഉള്ള തുറമുഖങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പൂർവ്വതീരത്തുള്ളതാണ്. തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ എന്നിവയെല്ലാം പൂർവ്വതീരത്തുള്ളവയാണ്. അതുപോലെ തന്നെ ബാക്കി ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, ഒഡീസയിലെ പാരദീപ്, പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ, കൊൽക്കത്ത, ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ എന്നിവയൊക്കെയാണ് പൂർവ്വതീരത്തിൽ വരുന്നത്. ഇനി പശ്ചിമ തീരത്ത് പടിഞ്ഞാറൻ ഭാഗത്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയുള്ളത്? നമ്മുടെ കേരളത്തിലെ കൊച്ചി, കർണാടകയിലെ ന്യൂ മാംഗ്ലൂർ, ഗോവയിലെ മർമഗോവ, അതുപോലെ മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവശേവ തുറമുഖം, അല്ലെങ്കിൽ അതുപോലെ മുംബൈ തുറമുഖം, ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖം എന്നിവയൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഓരോരോ തുറമുഖങ്ങളെ കുറിച്ച് നോക്കാം. ആ തുറമുഖത്തിന്റെ പ്രത്യേകതകളും നോക്കിപ്പോകാം. ഓരോ തുറമുഖവും അവയുടെ പ്രത്യേകതകളും നമുക്ക് നോക്കിപ്പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖമാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ തുറമുഖത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? പടിഞ്ഞാറൻ തീരത്ത് നമുക്കുണ്ടായിരുന്ന കറാച്ചി തുറമുഖം എങ്ങോട്ടേക്ക് പോയി? നമ്മുടെ വിഭജന ശേഷം അത് പാകിസ്ഥാനിൻ്റെതായി. അങ്ങനെ ആയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? നമുക്ക് വേണ്ടിയിട്ട് ഒരു കാണ്ട്ല തുറമുഖം പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ട് കാണ്ട്ല തുറമുഖം നിർമ്മിച്ചത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കറാച്ചി തുറമുഖത്തിന് പകരമായിട്ട് അത് പാകിസ്ഥാനിലേക്ക് പോയതിന് പകരമായിട്ട് വിഭജന ശേഷം അത് പാകിസ്ഥാനിലേക്ക് ആയതിന് പകരമായിട്ടാണ് ഇന്ത്യയിൽ കാണ്ട്ല തുറമുഖം നിർമ്മിച്ചത്. ഇന്ത്യയിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് ഈ തുറമുഖം തന്നെയാണ്. ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പശ്ചിമ തീരത്തെ തുറമുഖമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഗുജറാത്തിലെ പടിഞ്ഞാറൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ ഏറ്റവും വടക്ക്, അതായത് നമ്മൾ പശ്ചിമ തീരം നോക്കുമ്പോൾ ഏറ്റവും മേലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ കാണ്ട്ല തുറമുഖം എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖമാണ് ഇത്. നമ്മൾ അറിയാം ഏത് കറാച്ചി തുറമുഖത്തിന് പകരമായിട്ട് നിർമ്മിച്ചതല്ല. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തുറമുഖമാണ് എന്ത് എന്ന് പറയുന്നത്? ഈ ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്നാണ് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ഈ കാണ്ട്ല തുറമുഖം പറയുന്നത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് ഈ കാണ്ട്ല തുറമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സെസ് ഏർപ്പെടുത്തിയ തുറമുഖം, ഇന്ത്യയിലെ ആദ്യ ഫ്രീ ട്രേഡ് പോർട്ട് എന്നിവയെല്ലാം ഏതാണ്? ഈ ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖമാണ്. ഏക വേലിയേറ്റ തുറമുഖം, സെസ് ഏർപ്പെടുത്തിയ തുറമുഖം, ഫ്രീ ട്രേഡ് തുറമുഖം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തുറമുഖം, ഇന്ത്യ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്, പശ്ചിമ തീരത്ത് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖം എല്ലാം ചോദിച്ചു പറഞ്ഞാൽ കാണ്ട്ലയാണ്. ദീൻ ദയാലാണ്. കാണ്ട്ല എന്ന് പറയുന്നത് അതിന്റെ പഴയ പേരാണ് കേട്ടോ. ദീൻ ദയാൽ തുറമുഖമാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് എണ്ണകൾ, അതായത് പെട്രോളിയം ഉൽപ്പന്നം, രാസവളം എന്നിവയെല്ലാം ഇറക്കുമതി ചെയ്യുന്നത് ഈ കാണ്ട്ല തുറമുഖത്തിൽ കൂടെയാണ്, അല്ലെങ്കിൽ ദീൻ ദയാൽ തുറമുഖത്തിൽ കൂടിയാണ്.
ഇനി ഇതിന്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ അലാങ്, ഗുജറാത്തിലാണ് ഇതുള്ളത്. അപ്പൊ ഇതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ അത് ഗുജറാത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അലാങ് എന്ന് പറയുന്നത് കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ്. അപ്പൊ കപ്പൽ പൊളിക്കൽ എന്ന് പറഞ്ഞാൽ കപ്പലിന്റെ ശവപ്പറമ്പ്, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ തുറമുഖം തന്നെയായിരിക്കും. അടുത്തത് നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്നത് മുംബൈ തുറമുഖമാണ്. രണ്ടാമത് ഏതാണ്? മുംബൈ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ആധുനിക തുറമുഖങ്ങളിൽ ഒന്നാണ് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ തുറമുഖം. നമ്മൾ നേരത്തെ പറഞ്ഞ പടിഞ്ഞാറ് ഭാഗത്തുള്ള വടക്കേ അറ്റത്തുള്ള തുറമുഖം എന്ന് പറഞ്ഞ പോലെ ഇത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ തുറമുഖമാണ് മുംബൈ തുറമുഖം. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രകൃതിദത്ത തുറമുഖമാണ്. ഏറ്റവും വലിയ തുറമുഖമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ ഇതൊരു പ്രകൃതിദത്ത തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം കൂടിയാണ് ഇത്. ഇത് കൂടാതെ തന്നെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നും കൂടി മുംബൈ തുറമുഖം അറിയപ്പെടുന്നു. എങ്ങനെ? പരുത്തി തുറമുഖം എന്നും കൂടി മുംബൈ തുറമുഖം അറിയപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഈ മുംബൈ തുറമുഖം, മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖം ആയതിനാലാണ് ഇത് പരുത്തി തുറമുഖം എന്നും കൂടി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്താണ്. ഏറ്റവും വലിയ തുറമുഖമായതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇനി ഈ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ മധ്യ പൂർവേഷ്യ, മെഡിറ്ററേനിയൻ രാജ്യങ്ങള്, അതുപോലെ വടക്കേ ആഫ്രിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള പൊതുപാതകളുടെ സമീപത്താണ് മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ അവിടേക്കുള്ള പൊതുപാതയുടെ സമീപത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ ടെർമിനൽ മുംബൈ തുറമുഖത്തിനടുത്താണ് ഉള്ളത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ ടെർമിനൽ ഉള്ളത് എവിടെയാണ്? മുംബൈ തുറമുഖത്തിനടുത്താണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന്. ജവഹർലാൽ നെഹ്റു പോർട്ടാണ് പിന്നെ എങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞു നവശേവ തുറമുഖം എന്നറിയപ്പെട്ടത് ഈ ജവഹർലാൽ നെഹ്റു പോർട്ടാണ് എന്ന് പറഞ്ഞു. ഇതിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ഈ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയുന്നത്. എല്ലാ പ്രധാന തുറമുഖങ്ങളിലെയും പകുതിയോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെയാണ്. എലിഫന്റ് ദ്വീപിൽ നിന്നും മുംബൈ തുറമുഖത്തിന്റെ കിഴക്കൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. താനെ ക്രീക്ക് വഴിയാണ് ഇത് എത്തിച്ചേരുന്നത്. അപ്പോൾ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ പശ്ചിമതീരത്ത് തന്നെയാണ്. അപ്പോൾ മുംബൈ, ജവഹർലാൽ നെഹ്റു എന്നിവ രണ്ടും ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. നവശേവ എന്നറിയപ്പെടുന്നതാണ് ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളർന്നു തുറമുഖം ഏതാണെന്ന് ചോദിച്ചാലും അത് ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവശേവ തുറമുഖം തന്നെയാണ്. അപ്പൊ 2 പേരും ചോദിച്ചാൽ ഒന്നാണ്, തെറ്റിക്കരുത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു മുംബൈ തുറമുഖം ഏറ്റവും വലിയ തുറമുഖമാണെന്നൊക്കെ പറഞ്ഞു. 1/5 ചരക്കും അതുവഴിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ അല്ലെ. അപ്പോ മുംബൈ തുറമുഖത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുറമുഖം, ഏത് നവശേവ തുറമുഖം വികസിപ്പിച്ചത്. ഇത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച ഒരു കണ്ടെയ്നർ പോർട്ടാണ് ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറയുന്നത്. ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം കൂടിയാണ് ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൃത്രിമ തുറമുഖമാണ്. അവിടുത്തെ തിരക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല. അപ്പോൾ അതൊരു ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ്. അതുപോലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം കൂടിയാണ് ഈ ജവഹർലാൽ നെഹ്റു തുറമുഖം അല്ലെങ്കിൽ നവശേവ തുറമുഖം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ തുറമുഖം എവിടെയുള്ളതായിരിക്കുക? അത് കർണാടകയിലുള്ളതാണ് അല്ലെ. ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് കർണാടകയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് അല്ലെ വരുന്നത്, പശ്ചിമ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഗുരുപുര നദി അറബിക്കടലിൽ സംഗമിക്കുന്ന കർണാടകയിലെ പനമ്പൂർ എന്ന സ്ഥലത്താണ് ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മാംഗ്ലൂർ ഒക്കെ ഉള്ളത് എവിടെയെന്ന് നമുക്കറിയാലേ, കർണാടകത്തിലാണ് അല്ലെ.
കർണാടകത്തിലെ ഏക മേജർ തുറമുഖമാണ് ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് നിർമ്മിച്ച തുറമുഖമാണെന്ന് ചോദിച്ചാൽ കുന്ദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി അയക്കുന്നതിനായിട്ടാണ് പ്രധാനമായിട്ടും ഈ തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ രാസവളം, പെട്രോളിയം ഉൽപ്പന്നം, ഭക്ഷ്യ എണ്ണ, കാപ്പി, തേയില, വുഡ് പൾപ്പ്, നാര്, ഗ്രാനൈറ്റ്, കല്ല്, ശർക്കര തുടങ്ങിയവയെല്ലാം ഈ പ്രദേശത്തു കൂടി അല്ലെങ്കിൽ ഈ തുറമുഖം വഴി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആദ്യകാല പേരാണ് പനമ്പൂർ തുറമുഖം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ആദ്യകാല പേര്? പനമ്പൂർ തുറമുഖം. നമ്മൾ പറഞ്ഞു കർണാടകയിലെ പനമ്പൂർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ പനമ്പൂർ തുറമുഖം എന്നാണ് ഇതിന്റെ ആദ്യകാല നാമം. അടുത്തത് മർമഗോവ തുറമുഖം. മർമഗോവ തുറമുഖം എവിടെയാണ്? ഗോവയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മർമഗോവ തുറമുഖം എന്ന് പറയുന്നത്. ഗോവയിലെ മർമഗോവ തുറമുഖം ഇന്ത്യയിലെ മുൻനിര ഇരുമ്പ് കയറ്റുമതി തുറമുഖമാണ് ഈ മർമഗോവ തുറമുഖം എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ സുവാരി നദിയിലാണ്. അപ്പോൾ മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സുവാരി നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗോവയിലെ മേജർ തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ മർമഗോവ. നമ്മൾ പറഞ്ഞു ഗുജറാത്തിലെ ഏതാണ്? കാണ്ഡ്ല തുറമുഖം പറഞ്ഞു. അതിനുശേഷം മഹാരാഷ്ട്ര വന്നപ്പോൾ മുംബൈയും ജവഹർലാൽ നെഹ്റുവും പറഞ്ഞു. അതുപോലെ കർണാടക വന്നപ്പോൾ ന്യൂ മാംഗ്ലൂർ പറഞ്ഞു. ഗോവ വന്നപ്പോൾ മർമഗോവ വന്നു. അപ്പൊ ഇനി അതിന്റെ താഴെ വരുന്നത് ഏതാണ്? നമ്മുടെ കേരളത്തിലെ തുറമുഖമാണ് അല്ലെ, കൊച്ചി തുറമുഖം. നമ്മുടെ കേരളത്തിലെ തുറമുഖമായ കൊച്ചി തുറമുഖമാണ് അടുത്ത തുറമുഖമായിട്ട് വരുന്നത്. നമുക്ക് അതും കൂടി നോക്കാം. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ആരെ വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് RK ഷൺമുഖം ചെട്ടിയാണ് അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇതൊരു പ്രകൃതിദത്ത തുറമുഖമാണ് ഈ കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്തുള്ള വെല്ലിംഗ്ടൺ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് പടിഞ്ഞാറൻ സമുദ്ര വ്യാപാരത്തിന്റെ കവലയിൽ സ്ഥിതി ചെയ്യുന്നു. തെക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെ വിശാലമായ വ്യാവസായിക കാർഷിക ഉൽപ്പന്ന വിപണിയിലേക്കുള്ള സ്വാഭാവിക കവാടം എന്നാണ് ഈ തുറമുഖത്തെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊരു പ്രകൃതിദത്ത തുറമുഖമാണ്. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നു. വെല്ലിംഗ്ടൺ ദ്വീപില് സ്ഥിതി ചെയ്യുന്നതാണ്. ഇത് എപ്പോഴാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1928 മെയ് 26 കൊച്ചി തുറമുഖം നിലവിൽ വന്നത്. കൊച്ചി മേജർ തുറമുഖമായത് 1936 അപ്പൊ 28 അത് നിലവിൽ വന്നു. 36 അത് മേജർ തുറമുഖമായത്. ഇനി കൊച്ചി പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 1964 1964 കൊച്ചി പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്. ഈ നമ്മുടെ കൊച്ചി തുറമുഖത്തിന്റെ ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രിസ്റ്റോയാണ് ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത് ആരൊക്കെ ചേർന്നാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് എന്നീ സർക്കാരുകൾ ചേർന്നാണ് ഈ കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത്. ഇനി ഈ കൊച്ചി തുറമുഖത്തിന് ഉത്ഭവത്തിന് കാരണമായ ഒരു വെള്ളപ്പൊക്കമുണ്ട്. അത് ഏത് വെള്ളപ്പൊക്കമാണെന്ന് ചോദിച്ചാൽ 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കം ഏതാണ്? 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കമാണ്. കൊച്ചി തുറമുഖം നമ്മുടെ കേരളത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഈ പോർട്ട് പദവി ലഭിച്ച ആദ്യ തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്നറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രമല്ല കർണാടകത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ആവശ്യങ്ങൾ കൂടി കൊച്ചി തുറമുഖം നിറവേറ്റുന്നുണ്ട്. കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങളാണ് ഈ കൊച്ചി തുറമുഖം പ്രധാനമായിട്ടും നിറവേറ്റുന്നത്. ഈ കൊച്ചി തുറമുഖത്തിലാണ് വല്ലാർപാടം ടെർമിനലും കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിൽ നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപിച്ചുകൊണ്ടാണ് വെല്ലിംഗ്ടൺ ദ്വീപ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് നിക്ഷേപിച്ച് രൂപം കൊണ്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്പിംഗ് ഹബ്ബായി മാറുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്.
ഇനി അടുത്തതാണ് ചെന്നൈ തുറമുഖം. ചെന്നൈ തുറമുഖം ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ്. ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണിത്. ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും വലിയ തുറമുഖവും JNPT കഴിഞ്ഞാൽ ഇന്ത്യയിലെ, അതായത് ജവഹർലാൽ നെഹ്റു അത് കഴിഞ്ഞ് പറഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. കിഴക്കൻ തീരത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. അത് എവിടെയുള്ളത്? ചെന്നൈ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് അല്ലേ ചെന്നൈ തുറമുഖം ഉള്ളത്. കിഴക്കൻ തീരത്ത് ഏറ്റവും താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്? 2ാം സ്ഥാനം. 1ാം സ്ഥാനം ജവഹർലാൽ നെഹ്റുവിനാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഇതിൽ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് അത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തുറമുഖങ്ങളിൽ ഒന്നാണ് ഈ ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കമുള്ളത് ചോദിച്ചാൽ ഏറ്റവും പഴക്കമുള്ള തുറമുഖങ്ങളിൽ ഒന്ന്, അതുപോലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം എന്നിവയെല്ലാം ചോദിച്ചു പറഞ്ഞത് ചെന്നൈ തുറമുഖമാണ്. 1859 ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ആക്രമിക്കപ്പെട്ട ഇന്ത്യൻ തുറമുഖം കൂടിയാണ് ഈ ചെന്നൈ തുറമുഖം എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ തുറമുഖത്തിന് ആഴം കുറവായതിനാൽ തന്നെ അവിടെ വലിയ കപ്പലുകൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നങ്കൂരമിടാൻ സാധിക്കുകയില്ല. ഈ തുറമുഖത്തിലാണ് ഭാരതി ഡോക്ക്, അംബേദ്കർ ഡോക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് തൂത്തുക്കുടി തുറമുഖം എവിടെയാണ്? തമിഴ്നാട്ടിൽ തന്നെയുള്ള തൂത്തുക്കുടി തുറമുഖം. ചെന്നൈ, തൂത്തുക്കുടി, അതുപോലെ എണ്ണൂർ ഇവയെല്ലാം എവിടെയുള്ളതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തമിഴ്നാട്ടിലുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ തൂത്തുക്കുടി തുറമുഖം ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? VO ചിദംബരനാർ തുറമുഖം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ മാന്നാർ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണിത്. അമേരിക്കയിലേക്ക് നേരിട്ട് ആഴ്ചതോറും കണ്ടെയ്നർ സർവീസ് നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ഏക തുറമുഖമാണ് തൂത്തുക്കുടി തുറമുഖം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ VO ചിദംബരം നായർ തുറമുഖം എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും തെക്കുള്ള തുറമുഖമാണ്, അതായത് ഏറ്റവും തെക്കുള്ളത് തൂത്തുക്കുടി തുറമുഖമാണ്. ചെന്നൈ തുറമുഖം കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് തൂത്തുക്കുടി തുറമുഖമാണ്. ഇതിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1974 ഇതിനെ ഏറ്റവും മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ തുറമുഖം നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ചെന്നൈ തുറമുഖത്തിലെ തിരക്ക് ലഘൂകരിക്കുന്നതിന് നിർമ്മിച്ച തുറമുഖമാണിത്. നമ്മൾ നേരത്തെ മുംബൈ തുറമുഖത്തിലെ തിരക്കിന് കുറയ്ക്കാൻ ജവഹർലാൽ നെഹ്റു തുറമുഖത്തെ നവാസ് ഷെരീഫ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ പോലെ ചെന്നൈയിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചത്? തൂത്തുക്കുടി തുറമുഖം നിർമ്മിച്ചത്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പാണ്. തുറമുഖത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന തുറമുഖമാണിത്. പണ്ടത്തെ പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖം കൂടിയാണിത്. ഇന്ത്യയിലെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അതുപോലെ മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖം കൂടിയാണ് തൂത്തുക്കുടി തുറമുഖം. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഉപ്പ് കയറ്റുമതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൂടാതെ കൽക്കരി, ഭക്ഷ്യധാന്യം, ഭക്ഷ്യ എണ്ണ, പഞ്ചസാര, രാസവസ്തുക്കൾ, പെട്രോളിയം ഉൽപ്പന്നം തുടങ്ങിയ എല്ലാം കയറ്റുമതി ചെയ്യുന്ന ഒരു തുറമുഖം കൂടിയാണ് ഈ തൂത്തുക്കുടി തുറമുഖം എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? അടുത്തത് പാരദീപ് തുറമുഖമാണ് കേട്ടോ. പാരദീപ് തുറമുഖം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. പാരദീപ് തുറമുഖം എന്ന് പറയുന്നത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഒഡീഷയിലാണ് ഈ പാരദീപ് തുറമുഖം ഉള്ളത്. ഒഡീഷയിലെ ബംഗാൾ ഉൾക്കടലിൽ മഹാനദിയുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ പാരദീപ് തുറമുഖം എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യൻ കമ്മീഷൻ ചെയ്യപ്പെട്ട കിഴക്കൻ തീരത്തെ ആദ്യത്തെ പ്രധാന തുറമുഖം കൂടിയാണ് ഈ പാരദീപ് തുറമുഖം എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ കിഴക്കൻ തീരത്ത് ആരംഭിച്ചത്, ഇപ്പൊ കിഴക്കൻ തീരത്തല്ലുള്ളത്, കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ തുറമുഖമാണ് ഈ പാരദീപ് തുറമുഖം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ശിശു എന്നല്ല പറയപ്പെടുന്നത് കാഡ്ല തുറമുഖമാണെന്ന് പറഞ്ഞു അല്ലെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയപ്പെട്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനു മുമ്പ് കറാച്ചി തുറമുഖം നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണ് ഈ കാഡ്ല തുറമുഖം എന്ന് പറഞ്ഞു. അതുപോലെയാണ് സ്വതന്ത്ര ഭാരതത്തിലെ കിഴക്കൻ തീരത്ത് ആരംഭിച്ച ആദ്യ തുറമുഖമാണ് പാരദീപ് തുറമുഖം എന്ന് പറയുന്നത്. 1966 ഏപ്രിൽ 17 ഇതിനെ മേജർ തുറമുഖമായി
പ്രഖ്യാപിച്ചത്. വളരെ ആഴത്തിലുള്ള ഒരു തുറമുഖം കൂടിയാണ് ഈ പാരദീപ് തുറമുഖം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇരുമ്പയിരാണ് വൻതോതിൽ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. എവിടേക്ക്? ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന ഒരു തുറമുഖം കൂടിയാണ് ഈ പാരദീപ് തുറമുഖം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കൃത്രിമ ലഗൂൺ തുറമുഖങ്ങൾ എന്നറിയപ്പെടുന്നതിൽ ഒന്നാണ് പാരദീപ് തുറമുഖം. അപ്പോൾ കൃത്രിമ ലഗൂൺ തുറമുഖങ്ങൾ മറ്റൊന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് ന്യൂ മാംഗ്ലൂർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ കൃത്രിമ ലഗൂൺ തുറമുഖങ്ങളാണ് പാരദീപ് തുറമുഖവും ന്യൂ മാംഗ്ലൂർ തുറമുഖവും. അടുത്തത് കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ പ്രത്യേകത എന്താണ്? കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതാണ് ഈ കൊൽക്കത്ത തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏക നദീതീര തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം എന്ന് പറയപ്പെടുന്നത്. ഹൂഗ്ലി നദിയുടെ കിഴക്കൻ തീരത്തുള്ള കൊൽക്കത്ത ഡോക്ക് സിസ്റ്റം KDS, പടിഞ്ഞാറൻ തീരത്തുള്ള ഹാൽഡിയ ഡോക്ക് കോംപ്ലക്സ് എന്നീ ഇരട്ട ഡോക്ക് സംവിധാനങ്ങൾക്ക് പേരുകേട്ടതാണ്. അപ്പോൾ കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദീതീരത്താണ്. പൂർവ്വതീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ കൊൽക്കത്ത തുറമുഖം എന്ന് പറയപ്പെടുന്നു. പശ്ചിമ ബംഗാളിലാണ് അതുള്ളത്. കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ്. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് കൊൽക്കത്ത തുറമുഖത്തിന്റെ പുതിയ പേര്. കൊൽക്കത്ത തുറമുഖം വികസിപ്പിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ് കൊൽക്കത്ത തുറമുഖം വികസിപ്പിച്ചെടുത്തത്. കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. അതുപോലെ ഇവിടെ നിന്നും കയറ്റുമതിയുടെ നല്ലൊരു പങ്കും ഇപ്പോൾ വിശാഖപട്ടണം, പാരദീപ്, ഹാൽഡിയ എന്നീ തുറമുഖങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കൊൽക്കത്ത തുറമുഖം നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിൽ എക്കൽ മണ്ണ് കുമിഞ്ഞു കൂടുന്നതിനാൽ തുറമുഖവും കടലും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. അതുപോലെ എക്കൽ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് കപ്പലുകൾക്ക് അവിടേക്ക് കടന്നു പോകാനും പറ്റുള്ളൂ. അതാണ് ആ തുറമുഖത്തിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആസ്ഥാനം കൂടിയാണ് ഈ കൊൽക്കത്ത തുറമുഖം എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഹാൽഡിയ തുറമുഖം. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് 105 കിലോമീറ്റർ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഹാൽഡിയ തുറമുഖം എന്ന് പറയപ്പെടുന്നത്. പൂർവ്വ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണിത്. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അപ്പോൾ കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഹാൽഡിയ തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ 2 തുറമുഖങ്ങളുടെ പേര് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ചെന്നൈയുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൂത്തുക്കുടിയും, അതുപോലെ മുംബൈയുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ കൊൽക്കത്തയുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹാൽഡിയ തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് ഈ കൊൽക്കത്ത തുറമുഖം എന്ന് പറയപ്പെടുന്നത്. ഇപ്പൊ എന്താണ് ഹിൻഡർലാൻഡ് എന്ന് ചോദിച്ചാൽ ഒരു തുറമുഖത്തിന്റെ സേവനം ലഭ്യമാക്കുന്ന പ്രദേശങ്ങളെയാണ് ഈ ഹിൻഡർലാൻഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് വ്യാപാരം നടത്തുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇരുമ്പയിര്, കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നം, ചണം, പരുത്തിനാര് മുതലായവയാണ് ഈ തുറമുഖം വഴി വ്യാപാരം നടത്തുന്നത്. അടുത്തത് വിശാഖപട്ടണം തുറമുഖം. വിശാഖപട്ടണം തുറമുഖം എവിടെയുള്ളത്? ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത് അല്ലെ. ഈ തുറമുഖങ്ങൾക്കിടയിലുള്ള ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളങ്ങുന്ന രത്നം, കിഴക്കൻ തീരത്തിന്റെ രത്നം എന്നെല്ലാം അറിയപ്പെടുന്നത് ഈ വിശാഖപട്ടണം തുറമുഖമാണ്. ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖമാണ് വിശാഖപട്ടണം തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് 1933 ആന്ധ്രാപ്രദേശിലെ ഏക തുറമുഖമാണ് ഈ വിശാഖപട്ടണം തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം കൂടിയാണ് വിശാഖപട്ടണം തുറമുഖം എന്നറിയപ്പെടുന്നത്. ഈ തുറമുഖത്തെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മലനിരകൾ, വിശാഖപട്ടണം തുറമുഖം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മലനിരകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലനിരകളാണ്. ഇവിടെയാണ് ഇന്ത്യൻ നാവിക സേനയുടെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഷിപ്പ് ഡിസൈനർ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നതും ഈ വിശാഖപട്ടണം തുറമുഖത്താണ്. അതുപോലെ തന്നെ പാറ തുറന്നുണ്ടാക്കിയ ഒരു ചാനലിലൂടെ ഈ തുറമുഖം സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. വിശാഖപട്ടണത്തിലെ INS കുർസുരയാണത്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണം കപ്പൽ നിർമ്മാണശാലയിലാണ്. തെക്കൻ ഏഷ്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ വിശാഖപട്ടണം തന്നെയാണ്. ഇരുമ്പയിര്, പെട്രോളിയം തുടങ്ങിയ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഒരു പുറം തുറമുഖവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്.
അടുത്തത് എണ്ണൂർ തുറമുഖം. അവസാനത്തെ തുറമുഖമാണ് എണ്ണൂർ തുറമുഖം എന്നറിയപ്പെടുന്നത്. എണ്ണൂർ തുറമുഖം നിലവിൽ അറിയപ്പെടുന്നത് കാമരാജൻ തുറമുഖം എന്നാണ്. അപ്പൊ എണ്ണൂർ തുറമുഖം അറിയപ്പെടുന്നത് കാമരാജൻ തുറമുഖം എന്നാണ്. ഏഷ്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖമാണ്. നമ്മൾ പറഞ്ഞു ഒരു തുറമുഖം മാത്രം എന്തല്ല, പൊതുവല്ല, അത് സഹകരണ വകുപ്പിന് കീഴിലാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് ലഘൂകരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ എണ്ണൂർ തുറമുഖവും നിർമ്മിച്ചിട്ടുള്ളത്. ഇത് അറിയപ്പെടുന്നത് ഏഷ്യയുടെ എനർജി പോർട്ട് എന്നാണ്. ഏഷ്യയുടെ എനർജി പോർട്ട് എന്നാണ്. അതുപോലെ ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് എന്നൊക്കെയാണ് എണ്ണൂർ തുറമുഖം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് എണ്ണൂർ തുറമുഖം എന്ന് അറിയപ്പെടുന്നത്. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണിത്. കൽക്കരി കൈകാര്യം ചെയ്യാനായി ഒരു ഉപ തുറമുഖം എന്ന നിലയിൽ ആരംഭിച്ച തുറമുഖമാണ് എണ്ണൂർ തുറമുഖം എന്ന് പറയുന്നത്. ഇനി ഒരു തുറമുഖം കൂടിയുണ്ട്, പോർട്ട് ബ്ലെയർ. നമ്മൾ പറഞ്ഞു അത് പിന്നീട് അതല്ല മേജർ തുറമുഖം അല്ലാതാക്കി എന്ന് പറഞ്ഞു അല്ലെ. ഏറ്റവും അവസാന രൂപം കൊണ്ട തുറമുഖമാണിത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 13ാമതായിട്ട് രൂപം കൊണ്ട തുറമുഖമായിരുന്നു 2010 ഇത്. പിന്നീട് ഇതല്ലാതായി. ഉപദ്വീപിൽ നിന്നും വിട്ടുമാറി, ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന തുറമുഖം കൂടിയാണ് ഈ പോർട്ട് ബ്ലെയർ തുറമുഖം എന്നറിയപ്പെടുന്നത്. 2 അന്തർദേശീയ കപ്പൽ പാതകൾക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ തുറമുഖങ്ങൾ, മറ്റു വസ്തുതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ പുതിയ മേജർ തുറമുഖം സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം ലഭിച്ച സ്ഥലം മഹാരാഷ്ട്രയിലെ വധാവനാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് ആന്ധ്രാപ്രദേശിലെ ഗംഗാവാരം തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ പിപ്പവാവ് തുറമുഖമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 13 മേജർ തുറമുഖം ഉണ്ട്, അതെല്ലാണ്ടും കുറെ തുറമുഖങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സ് എന്ന നിലയിൽ ഇത് പറയുന്നത്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ചോദിച്ചാൽ ചമ്പൻ ഹാർട്ട് തുറമുഖമാണ്. സിന്ധു നദിയുടെ സംസ്കാര കാലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഏക തുറമുഖമാണ് ലോഥൽ തുറമുഖം എന്നറിയപ്പെടുന്നത്. അതുപോലെ വിഴിഞ്ഞം തുറമുഖം ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് അല്ലെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് ആരാണ്? ആദാനി പോർട്ടാണ് അതിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത്. പൊതു പങ്കാളിത്തത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണിത്. ഇനി ഇന്ത്യയിലെ കപ്പൽ നിർമ്മാണശാലകൾ. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന് പറയപ്പെടുന്നത്. പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലയാണ്. സ്വാതന്ത്ര്യാനന്തരം പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജൽ ഉഷ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ നിന്നാണ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ഷിപ്പ്യാർഡാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. കൊച്ചി ഷിപ്പ്യാർഡ് നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡാണ് കൊച്ചി ഷിപ്പ്യാർഡ് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണ്? റാണി പത്മിനിയാണ്. 1972 ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായത്. ഷിപ്പ്യാർഡ് ഓഫ് ദി മില്ലേനിയം എന്നറിയപ്പെടുന്നതും കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുപോലെ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാണ് ABG കപ്പൽ നിർമ്മാണശാല എന്നറിയപ്പെടുന്നത്. ഗോൾഡ് റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. INS തരംഗിണി നിർമ്മിച്ച കപ്പൽ നിർമ്മാണശാല ഏതാണെന്ന് ചോദിച്ചാൽ ഗോവൻ ഷിപ്പ്യാർഡിലാണ് INS തരംഗിണി നിർമ്മിച്ചത് ഗോവൻ ഷിപ്പ്യാർഡിലാണ്. റാണി പത്മിനി കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അതുപോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കപ്പലായ ജലൂഷ, സ്വാതന്ത്ര്യാനന്തരം നിർമ്മിച്ച ജലൂഷ എവിടെയാണ് നിർമ്മിക്കപ്പെട്ടത്? ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിലാണ്. ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ജലഗതാഗതത്തെ കുറിച്ചിട്ട് ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.